Cinema presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amruthaveni KSFE and നമ്മുടെ രാമചന്ദ്രൻ. ലഡു ഉണ്ടാക്കേണ്ട സമയമായിരിക്കുകയാണ്. ഓക്കെ. കേട്ടാ, ഇന്ന് നമ്മൾ ലഡു അല്ലേ ഉണ്ടാക്കുന്നത്. അതെ. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക്. തീർച്ചയായിട്ടും ഇന്നൊരു സ്പെഷ്യൽ ലഡുവാണ് ഉണ്ടാക്കുന്നത്. തിരുപ്പതി ലഡു. തിരുപ്പതി ലഡു ഉണ്ടാക്കുന്നതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ബൂന്തി ഉണ്ടാക്കുന്നത് കടലമാവും വെള്ളവും ചേർത്തിട്ടാണ്. പക്ഷേ തിരുപ്പതി ലഡു തുടങ്ങുന്നത് കടലമാവും പാലും. അപ്പോൾ കടലമാവ്, മിൽമയുടെ പാല്, വറക്കാനായിട്ട് മിൽമയുടെ നെയ്യ്, അതിനോടൊപ്പം കശുവണ്ടിയും കിസ്മിസും, പച്ചക്കർപ്പൂരം, കൽക്കണ്ടം, പാക് കാച്ചാൻ പഞ്ചസാരയും ഏലക്കയും. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിൻ്റെ മേക്കിങ്ങിലാണ് ആകെ ഡിഫറൻസ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വാച്ച്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുള്ളത് കൊണ്ട് ഞാൻ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കും. അതെ, എനിക്ക് ഒരു ശക്തിയായിട്ട് കൂടെ ഉണ്ടാവണം. യാ തീർച്ചയായും എപ്പോഴും ഉണ്ട്. അപ്പോൾ കടലമാവ് 2 കപ്പ് എടുക്കുകയാണ്. മതി. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിക്കാം. അപ്പോൾ കടലമാവിൽ പാല് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ. ഉപ്പിടണമെന്ന് അല്ല, ഞാൻ ഈ പായസത്തിലെല്ലാം ഉപ്പിടയില്ല ഏട്ടാ. അതാ ഞാൻ ചോദിച്ചത്. അത് ചിലതരം പായസത്തിന് മാത്രമേ ഉപ്പിടാൻ പറ്റുള്ളൂ. പാൽ പായസത്തിൽ ഉപ്പിട്ടാ പിരിയും. പാൽ പായസത്തിൽ ഉപ്പിടും പിരിയും. ഒരു നുള്ളു ഉപ്പിടൂലേ? അത് പിരിയും. എനിക്ക് ഭയങ്കര കഴിവാ. ലഡുവിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കും. ഇതിങ്ങനെ ഇളക്കിക്കൊടുക്കണം. ടൈം ഞാൻ ഓഫാക്കിനെ ആകട്ടെ. ഈ ഇളക്കണ്ടെന്ന് പറഞ്ഞു. അത് അത്ര അങ്ങനെ സ്പീഡിൽ ഇളക്കേണ്ട കാര്യമില്ല. അത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇളക്കണ്ട. ശരി, ടീം വേണം. എനിക്കറിയാത്തോണ്ട് കേട്ടാ. ഓക്കെ, ഇതിൽ ഇനിയിപ്പോൾ പാല് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നത് ഇതിൽ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. അതായത് പഞ്ചസാരയിൽ അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് മിക്സ് ചെയ്യും. ഇതോ അപ്പൊക്കനെ ഇല്ല, ഇന്ന് എങ്ങനെയുണ്ട് നമ്മളെ കാണാൻ? സൂപ്പർ അല്ലേ? അതും കൂടി ഇതിനകത്ത് പോകണ്ടേ? പിന്നെ തീർച്ചയായിട്ടും പോകണം. എന്താ എന്നെ അണിയിച്ചൊരുങ്ങി ഇതാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അമ്മ ഭാഗ്യലക്ഷ്മി, ഏട്ടൻ്റെ അമ്മ, എൻ്റെ അമ്മ. എന്താ വള, മാല, ഹെയറൊക്കെ നോക്കിയ സൂപ്പർ അല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കശുവണ്ടി വറക്കുക. തീ കൊടുക്കണം. ഇതിൻ്റെ അല്ലേ ചോദിച്ചാ?
ഓക്കെ, ഇത് പാകമായി. ഇതാണ് പാകം കാണേണ്ടത്. അതായത് ഒറ്റ കമ്പിപ്പാകം എന്ന് പറയും. തീ കൊടുക്ക്. ലഡു ആക്കുമ്പോൾ തന്നെ നല്ല ടെൻഷനുണ്ട്. സാധാരണ കറികളൊന്നും വെക്കുമ്പോൾ ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇത് ആണോ? ഇടട്ടെ? ഇതാക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട്. ഒരു ടെൻഷൻ ആവശ്യമില്ല. എനിക്ക് ടെൻഷനുണ്ട്. എല്ലാം കൂടി സൈലന്റ് ആയിപ്പോയി. ഒന്നും എന്താ പറയണ്ടത് ഏതാ പറയണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ പാക് കാച്ചിയതിൽ ബൂന്തി ഇട്ട് തുടങ്ങി. അതിൽ ഏലക്കപ്പൊടി, പച്ചക്കപ്പൂരം, സ്നേഹം മതി. നല്ലോണം ശ്രദ്ധ വേണമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മൊത്തം സൈലന്റ് ആയിപ്പോയി. പക്ഷെ കാണാൻ നല്ല മൊഞ്ചുണ്ട്. ഇങ്ങനെ തന്നെ കിട്ടണം. ഇത് ടെൻഷൻ മാറ്റാൻ പാട്ടാരം പാടാം എൻ്റെ കുട്ടിയെ. ഓ, നമുക്ക് തിരുപ്പതി വെങ്കടാചലപതി ആയത് കാരണം അവിടെ നമ്മളെല്ലാവരും ഉറക്കുന്ന പോലെ അവിടെ രാത്രി പാട്ട് പാടിയാണ് ഉറക്കുന്നത്. വെങ്കടാചലപതിനെ പാട്ട് പാടി ഉറപ്പിക്കും. അപ്പോൾ ഈ ലഡുവൊക്കെ കഴിച്ച് ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് എല്ലാവരെയും കണ്ടു കഴിഞ്ഞ് രാത്രിയായി കഴിയുമ്പോൾ അവിടെ പാടുന്ന പാട്ടാണ് ജോ അച്യുതാനന്ദ ജോ ജോ മുകുന്ദ രാവേ പരമാനന്ദ രാമ ഗോവിന്ദ ജോ ജോ. ഇത് എന്നെ പാടി ഉറക്കുന്ന പാട്ടാണ്. എന്നെ ഉറക്ക ഇത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പാട്ട് പാടി തരുമോന്ന് ചോദിച്ചാൽ ഇത് എന്നെ പാടി ഉറക്കാറുണ്ട്. അങ്ങനെ വാ. ഇത് വെങ്കടാചലപതിനെ പാടി ഉറക്കുന്ന പാട്ടാണ്. കഴിഞ്ഞു. നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇപ്പൊ നേരെ ലഡുവാ. ഇതെങ്ങനെ ലഡു ആക്കല്? അതാക്കും. അതാണ് ഈ ലാസ്റ്റ് ഒരു ബാച്ചും കൂടി ഇടുന്നത്. ഇത് വെള്ളല്ലേ? ഇതാ ഇതിനി കൈ കൊണ്ട് കുഴയ്ക്കാം. വേണ്ട. പക്ഷെ ഇത് ലഡു ഉണ്ടാവണ്ടേ? ആവും. ആണോ? കമ്പിപ്പാകാതിന് വേണ്ടിയിട്ടാ. നമുക്കിത് ക്രഷ് ചെയ്യാനൊരു സാധനമാണ്. നന്നായിട്ട് കൈ കൊണ്ട് നമുക്ക് കുഴയ്ക്കാം. തീരമേ തീരമേ മഴ കടലാളമേ തീരമേ. കടലമാവിൽ നമ്മൾ ബൂന്തി പാലിൽ മിക്സ് ചെയ്തിട്ട് ബൂന്തി ഉണ്ടാക്കി, എന്നിട്ട് പഞ്ചസാര പാക് കമ്പിപ്പാകാക്കി അത് ബൂന്തി അതിലിട്ട് അതിനിപ്പോൾ
ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ഇനി ഉരുട്ടി ലഡു ആക്കണം. അതിന് മുന്നേ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കശുവണ്ടിയൊക്കെ നമ്മൾ ആഡ് ചെയ്യും. കുറച്ച് നെയ്യ് ഒഴിക്കും. അപ്പം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചൂട് നെയ്യ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാക് കട്ട പിടിക്കാൻ പാടില്ല, അതേസമയം നമുക്ക് ഉരുട്ടാനും പറ്റണം. മനസ്സിലായില്ലേ? നമുക്ക് ഉരുട്ടാനും പറ്റണം, നമുക്ക് കഴിക്കാനും പറ്റണം, കട്ട പിടിക്കാനും പാടില്ല. അപ്പോൾ തിരുപ്പതി ലഡു സൈസിൽ ചെറുതാണ്, കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് പിടിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സൈസിലുള്ള ലഡു ആക്കി. നമ്മളെ ശരിക്കും ടേസ്റ്റി ആൻഡ് റിയലി ആ തിരുപ്പതി അവിടുത്തെ ആ ലഡുവിൻ്റെ ആ ടേസ്റ്റ് തന്നെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE and നമ്മുടെ Ramachandran. So, welcome Chef Rajesh Subramaniam. ഒരു ചിരി. അല്ല, നിങ്ങൾ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുക. എടുത്തു വരൂ. ഓക്കെ. ഡിവോഷണൽ. അതെ, ഭഗവാൻ എഴുന്നള്ളിക്ക് വന്നിരിക്കുക. അല്ല എന്താന്ന് വെച്ചാൽ ട്രഡീഷണൽ കോസ്റ്റ്യൂം, അതെ, അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പ്രസന്റേഷൻ. ആദ്യം തന്നെ ലഡു എന്ന് കേട്ടുകഴിഞ്ഞപ്പം നമുക്ക് ആദ്യം ഓർമ്മ വരുക തിരുപ്പതി ലഡു. അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും നോക്കിയില്ല, അപ്പൊ തിരുപ്പതി ലഡു. ബേസൻ ഫ്ലവറിൽ അല്ലേ? തിരുപ്പതി ലഡു സാധാരണ ഇപ്പോൾ ബേസൻ ഫ്ലവറിൽ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ ബൂന്തി ഉണ്ടാക്കി അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ തിരുപ്പതി ലഡു ഇറ്റ് ഇസ് മെയ്ഡ് കംപ്ലീറ്റ്ലി വിത്ത് മിൽക്ക്, ബേസൻ വിത്ത് മിൽക്ക്. അത് ചില ആൾക്കാർ കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇടും, ഇതിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ബൂന്തി ഉണ്ടാക്കി കമ്പിപ്പാകാക്കി അതിൽ പ്രോപ്പറായിട്ട് അതും ഏലക്ക ഹോളായിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പച്ചക്കർപ്പൂരവും ഡ്രൈ ഫ്രൂട്ട്സും യൂസ് ചെയ്യും. സോ അതേ ട്രഡീഷണൽ ടെക്നീക്ക് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ തിരുപ്പതി. ഓൺലി തിങ് ഞങ്ങൾ ക്രഷ് ചെയ്തിട്ടില്ല. തിരുപ്പതിയിൽ ലഡു ക്രഷ് ചെയ്തിട്ടാണ് റോൾ ചെയ്യുന്നത്. അത് വലിയ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അത് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട്. അപ്പോൾ ഇതിപ്പോൾ ടൈം ലിമിറ്റേഷൻസ് ആസ് വെൽ ആസ് എങ്ങനെ അതിനെ നന്നായിട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു സ്പീഡിന് വേണ്ടിയിട്ട് ക്രഷ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് സ്പീഡ് പ്രാക്ടീസ് ഉണ്ട്. അത്ര പ്രാവശ്യമൊന്നുമില്ല, ബട്ട് യെസ്. ക്യാംഫർ ആഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, പച്ചക്കർപ്പൂരം. ക്യാംഫർ എഗെയിൻ ഒരു ഡോക്ടറുടെ അടുത്ത് ക്യാംഫർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞെട്ടി, കടയിൽ കിട്ടുന്ന കെമിക്കൽ. ഇപ്പം അല്ല, ഇത് ഓർഗാനിക് പച്ചക്കർപ്പൂരം, എഡിബിൾ ക്യാംഫർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാണുമ്പോൾ തന്നെ ആ ഫീലുണ്ട്. കാരണം ലഡു എപ്പോഴും മോയ്സ്ചർ ആയിരിക്കും, ഗീ ഫ്ലേവർ ആയിരിക്കും, ഒരു എന്താ പറഞ്ഞാൽ ഒരു ഗ്ലോസി ഫീലിംഗ് ആയിരിക്കും എപ്പോഴും നമുക്ക് കാണുമ്പോഴത്തേക്ക്. ലിക്വിഡ് ഒരു ഗ്ലോസി ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ഇത് ഡ്രൈ ഫീലിംഗ് ആണ്. ഇതിൻ്റെ ഡ്രൈ ഫീലിംഗ് വരാൻ കാരണം ഈ കർപ്പൂരം, കാരണം എയർ വേഫർ ചെയ്യുന്നതാണല്ലോ, ആ ഒരു ഫീൽ. ഇത് അതാണ് ഇതൊരു ഡ്രൈ ഫീലിംഗ് വന്നിരിക്കുന്നത്. ആ ലുക്കിൽ തന്നെ ഉണ്ട്. അപ്പം ധൈര്യമായിട്ട്
എല്ലാ ചേരുവകളും പാകത്തിനായിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്കവരും ഒരു ഹെൽത്തി കോൺസെപ്റ്റിലാണ്. കാരണം ഒരു ഗീയുടെ ഒരു അതിപ്രസരം ഒന്നിലും തന്നെ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് തന്നെ അവർ കുറച്ച് ബോഡി കോൺഷ്യസ് ഹെൽത്തിൽ കോൺഷ്യസ് ആയാലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രോട്ടീൻ ഒരു എനിക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിക്കുമ്പോൾ നമുക്കത് വരുന്നില്ല. പുറമേ നമുക്കതൊരു പൊളിച്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അല്ല, അതിൽ മെയിൻലി തിരുപ്പതി ലഡു അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് കഴിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാത്തതിൻ്റെ റീസൺ ഇത് വറക്കുന്നത് നെയ്യിലാണ്. ആ നെയ്യിൻ്റെ മോയ്സ്ചർ മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ അത് അവിടെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ ദിവസം അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. തിരുപ്പതി ലഡു ഒരു 2 മാസം 3 മാസം കഴിഞ്ഞാലും അതേ ഇത് കിട്ടും. സോ ദിസ് കൻ ഓൾസോ സ്റ്റേ. ഇപ്പോൾ തന്നെ ഞാൻ കയ്യിലാവില്ല. യെസ്, അങ്ങനെ ഒരു ഓയിലി ഫീലിംഗ് ഇതിനകത്ത് വരുന്നില്ല. ഈ പച്ചക്കർപ്പൂരത്തെ കുറിച്ച് ചേച്ചി ചോദിച്ചല്ലോ. അത് നമ്മൾ കത്തിക്കുന്ന കർപ്പൂരമല്ല, അല്ല, വേറെ. അത് കെമിക്കലാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ. അതാ ഞാൻ ചോദിച്ചത്, ഇത് നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം. പച്ചക്കർപ്പൂരം യൂഷ്വലി നമ്മളിപ്പോൾ കഷായം ഉണ്ടാക്കുന്നതിന്, സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതിന്, അപ്പോൾ നാട്ടുമരുന്ന് കടയിലാണ് യൂഷ്വലി കിട്ടുക. അത് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള എഡിബിൾ ക്ലിൻസിംഗ് ആണ്. നമുക്ക് കുറച്ച് ഒരു മൗത്ത് ഫ്രഷ്നെസ് കിട്ടുന്നതല്ല. എഡിബിൾ ക്യാമ്പുള്ള ഒരു മിന്റ് പോലത്തെ ഒരു ഇതല്ലേ. സ്വീറ്റും ബാലൻസ്ഡ് ആണ്. അത് പ്രത്യേകിച്ച് എല്ലാവരും എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞു സ്വീറ്റിൻ്റെ കഥ. പക്ഷെ എല്ലാവരും സ്വീറ്റ് ബാലൻസ്ഡ് ആണ്. കഴിക്കാം, ഒന്നെടുത്താൽ ഒന്നിൽ കൂടുതൽ കഴിക്കാം. ധൈര്യമായിട്ട് കഴിക്കാം. താങ്ക് യു. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. അപ്പോ ഇനിയിപ്പോ റിസൾട്ട് ഒക്കെ അപ്സരയുടെ കയ്യിൽ ഇരിക്കുകയാണ്. അമ്മേ എനിക്ക് വയ്യ. നിങ്ങളെക്കാൾ ടെൻഷൻ അപ്സരയ്ക്കാണെന്ന് തോന്നുന്നു. സത്യം ഈ മാർക്ക് കണ്ടപ്പോഴേ എന്തോ ഒരു ഇങ്ങനെ, കാരണം നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പി ഡിഷ് എന്ന് പറഞ്ഞാല് സ്വീറ്റ് ആയിരുന്നു. പക്ഷെ മാർക്ക് അത്ര സ്വീറ്റ് അല്ലെന്നേ. അല്ല, സീരിയസ് ആയിട്ട് എനിക്കറിയാൻ പാടില്ല. എന്തായാലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് മാർക്ക് കുറിച്ചിട്ടുണ്ട്. അതെ, ആക്ച്വലി എന്താണെന്നറിയോ, ഞാൻ കഴിച്ചിട്ട് ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു ടീമുണ്ട്. അവരല്ല, ഞങ്ങൾക്കല്ല. പിന്നെ അങ്ങനെയൊക്കെ കുറെ ട്വിസ്റ്റുകളുണ്ട്. ഞാൻ വിചാരിച്ച ഒരാളുണ്ടായിരുന്നു, അവരും അല്ല. ഞങ്ങൾക്കല്ല. ഈ മത്സരത്തിൽ പങ്കെടുത്തവരാരെങ്കിലും ഉണ്ടോ? അല്ല, പക്ഷെ അനീഷേട്ടാ, ഇവരുടെ ഒരു സമാധാനത്തിനും എന്റെ ഒരു സമാധാനത്തിനും വേണ്ടിട്ട് ഞാൻ എല്ലാവരുടെ മാർക്കും അങ്ങ് പറയാൻ പോവാ. വേണം 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 വേണ്ടേ? വേണം. ആന യമുന ചേച്ചിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെ പ്രതീക്ഷയ്ക്ക് വേറെ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ സാധാരണ സീരിയസ്ലി ഒരു കാര്യം പറഞ്ഞത് എനിക്ക് തോന്നിയ ഒരു ഫീലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഷോ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ പഴയ കുട്ടിക്കാലത്തേക്കൊക്കെ പോകുന്ന പോലെ ചില ഓർമ്മകളുണ്ടല്ലേ, ചില ഗെയിമുകൾ കളിക്കുമ്പോൾ ഈ അങ്ങോട്ട് ട്രോളുമ്പോ തമാശകൾ പറയുമ്പോഴൊക്കെ. അതെന്താണെന്നറിയോ, നമ്മളിപ്പോഴുള്ള കുട്ടികളും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ്. സീരിയസ്ലി അല്ലേ, നമ്മൾ അറിയാതെ ഇന്നലെ തന്നെ ഗെയിമിന്റെ കാര്യം ഏത് ഗെയിം ചേച്ചി ചോദിക്കുക. നമ്മളൊക്കെ എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്, കുട്ടിത്തം ഉണ്ടല്ലോ അല്ലേ. അപ്പൊ അതിപ്പോ അതിന് വളരാനുള്ള സാഹചര്യമാണ് ഇവിടെ നമ്മളിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ ആ കൗതുകമുള്ള കുട്ടി വളരട്ടെ. എന്തായാലും ഇപ്പൊ കുട്ടി വളരോ ഇല്ലെന്ന് അറിയാൻ വയ്യ. ചില കുട്ടികൾ ഇപ്പൊ വീഴും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഏറ്റവും ലാസ്റ്റ് അങ്ങ് തുടങ്ങാം. അത് മതി ചേട്ടാ. അപ്പൊ എന്തറിയോ, അവര് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു. അപ്പോ നമ്മുടെ 5 മാർക്കോട് കൂടി 5 മാർക്ക് ആർക്കായിരിക്കും? 10. അതൊരു ഗസ് ആർക്കാക്കാം. അല്ല, ഇത് പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴേ ടീച്ചർ മാർക്ക് തരുന്ന സമയത്ത് ടീച്ചറും ഞാനും മാത്രമേ അറിയുള്ളൂ. പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പോൾ വീട്ടിൽ അറിയും. പക്ഷേ ഈ മാർക്ക് കിട്ടുമ്പോൾ എല്ലാവരും അറിയണം. കാരണം ലോകത്തുള്ള എല്ലാ മലയാളികളും ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം. എന്തായാലും ഗസ് ചെയ്യും, ആർക്കായിരിക്കും നിങ്ങൾ കഴിച്ച ലഡുവിന്റെ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ആർക്കായിരിക്കും 5 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും? 5 മാർക്കോ? 10 ഔട്ട് ഓഫ് 10. ഹലോ, 10 50 മാർക്ക്. 40 ആണെങ്കിൽ ശരി. ഇനി അവിടെ ഇനി ബഹളമൊന്നും വേണ്ട. ആർക്കായിരിക്കും? നിർഭാഗ്യവശാൽ
നവീൻ ടീമിന് അല്ല അത് ലഭിച്ചിരിക്കുന്നത്. ആ കൊല്ലുന്നില്ല. വിഷ്ണു and നാദിറ. Sorry. രണ്ടോ ഒന്നൊക്കെ ഉണ്ട് പേടി. പക്ഷേ ഒരു കാര്യം, ഞാൻ ആദ്യം ബിഎൻ ചെയ്തവരെ കൊല്ലും തന്നെയാണ്. ഇപ്പൊ അവരായപ്പോ കുഴപ്പമില്ല. അല്ല, 4 വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു 3 ഉണ്ട്, ഇനി 2 ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത എപ്പിസോഡിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് വരണം. ഇതിനൊരു ചലഞ്ചായിട്ട് എടുക്കണം. ചലഞ്ചായിട്ട് എടുക്കണം നിങ്ങൾ. ഇപ്പൊ ഈ 1-2 കാര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സമയം നമുക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് അപ്പൊ ടെൻഷൻ കൂടും സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഉറപ്പായിട്ട് കാണും. നിങ്ങൾ സമ്മാനം മേടിച്ചിട്ടുള്ള ടീമാണല്ലോ. അതാ കൈയടിക്കും. ആശംസകൾ. ആരാ തേർഡ് പൊസിഷൻ? ആരായിരിക്കും? അവരുടെ മാർക്ക് വന്നിട്ട് 7 ആണ്. 7 മാർക്കോട് കൂടി ആ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? ആണോ? പക്ഷെ സോറി, ചേച്ചി, ദീപൻ ചേട്ടൻ, നിങ്ങൾ തന്നെ. ആരായിരിക്കും? ഓക്കെ, എന്തായാലും പക്ഷെ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ആ ഒരു ഗാർണിഷ് ആ രീതികളൊക്കെ പ്രസന്റേഷൻ സൂപ്പറായിരുന്നു, ഗംഭീരമായിരുന്നു. വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം ഇനി നമ്മൾ കാത്തിരിക്കുന്നത് സെക്കൻഡ് പൊസിഷൻ ഫസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം ഫസ്റ്റ് അങ്ങ് പറയാം. അല്ല, 2 മാർക്ക് പറ. രണ്ടും ഒരു കാര്യം ഓർത്തോളൂ, 1 മാർക്കിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആർക്കായി ചേട്ടാ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, വിഷമിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ആണ്. ഫസ്റ്റിന് പക്ഷെ ഫസ്റ്റിന് മാത്രമേ ഫിറ സമ്മാനം തരുന്നു പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ഞാൻ അങ്ങ് ഫസ്റ്റ് തന്നെ പറയാം. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലഡു ആയിരുന്നു കേട്ടോ. എല്ലാവരും ലഡു ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് കൂട്ടത്തിൽ കുറച്ചൊരു ഒരു പൊടിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ക്രിസ്, ദിവ്യ അല്ല. എക്സ്പ്രഷൻ ഇടാ. ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ടോ? എന്റെ ഒരു സങ്കടമാണ് മാറിയത്. ഇതുവരെ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടുന്നത് എല്ലാം സെക്കൻഡ് ആയിരുന്നു. നമുക്ക് എല്ലാം സെക്കൻഡ് ആയിരുന്നു. അയ്യോ, അറിഞ്ഞില്ല, സത്യം അറിഞ്ഞില്ല. ഞാൻ വേറെ ഏതോ ലോകത്തിങ്ങനെ എനിക്കിപ്പോ ഇത് സത്യത്തിൽ നിങ്ങൾ ഉള്ളതാണോ അതോ നിങ്ങൾ അവാർഡ് നേടിയിരിക്കുകയാണ്? സെക്കൻഡ് ആയിരിക്കും. ഇല്ല, ഞാൻ സെക്കൻഡ് എന്നുള്ള ഇതിലാണ് ഇങ്ങനെ സത്യം ഇപ്പോഴും വന്നപ്പോഴറിഞ്ഞ ഫസ്റ്റ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, 9 മാർക്കിന് 9,000 രൂപയുടെ അഭിനയം കാഴ്ചവെക്കുന്നതാണ് സമ്മാനം. വേണ്ടേ? അപ്പോ സമ്മാനം വേണ്ടേ? പിന്നെ കൺഗ്രാലേഷൻസ് ചേച്ചി, കൺഗ്രാലേഷൻസ്. സൂപ്പർ ആയിരുന്നു, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ ഫിറ ഫുഡ്സ് നൽകുന്ന കൈ നിറയെ സമ്മാനങ്ങൾ. അപ്പോ ഫിറ ഫുഡ്സ് നൽകുന്ന സമ്മാനമാണ് ബീന ആന്റണി ആൻഡ് നവീൻ അറക്കൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'm gonna show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. So instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patent it. Being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast, I can roast, I can gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ.
ഹലോ ഫ്രണ്ട്സ്, ഹായ്, സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ Season 3 3 സ്വാഗതം. വീണ്ടും സ്വാഗതം. വീണ്ടും സ്വാഗതം. വീണ്ടും സ്വാഗതം. കാരണം നമ്മൾ നേരത്തേക്ക് സ്വാഗതം ചെയ്തു, വീണ്ടും അതെ, സ്വാഗതം. വീണ്ടും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ഞങ്ങളുടെ ടീം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. സ്പെഷ്യലാണ് ലഡു. വെരി ബയോട്ടിക് ആയിട്ടുള്ള, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു നമുക്ക് ലഡു ലഡു, ആണ്. അതെ, ലഡു ഇഷ്ടപ്പെടാത്ത ആരാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ തുടങ്ങി വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മമാരും വരെ ലഡു കണ്ട അയ്യോ ഷുഗർ പേഷ്യൻസ് ആണ് ഈ കൂടെ. ഏതൊരു ഒക്കേഷനും ഏതൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തും എല്ലാ സമയങ്ങളും ലഡു മസ്റ്റാണ്. ലഡു മസ്റ്റാണ്. അപ്പൊ അങ്ങനത്തെ ഏറ്റവും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലഡു ആണെന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ ലഡു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഹെൽത്തി ആൻഡ് ബയോട്ടിക്, നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സ് ലഡു ആണ്. അപ്പോൾ അറിയാലോ എന്തൊക്കെയായിരിക്കും ഡ്രൈ ഫ്രൂട്ട്സിൽ ഉണ്ടാവാന്ന്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. എല്ലാ ദിവസവും നമ്മളൊക്കെ എല്ലാവരും രാവിലെ ബദാമോ മറ്റത് മറിച്ചത് എല്ലാം ഒക്കെ ഇത്തിരിശൊക്കെ കഴിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയി അല്ലേ? അപ്പൊ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കേടാ, പറയട്ടെ ഇപ്പോ. അപ്പൊ നമുക്ക് മത്തന്റെ സീഡ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. മത്തൻ, ഫ്ലാക്സ് സീഡ്സ്, ബദാം, പിസ്ത, സൺഫ്ലവർ സീഡ്സ്, ഇത്തിരി പീനട്ട് ബട്ടർ, ഇത് അഞ്ചീർ, നമ്മുടെ ഇവിടെ പറയുന്ന ഫിഗ്, വാൾനട്ട്, ഇത്തിരി ഹണി, ഇത് ചിയ സീഡ്സ്, ഇത് വെളുത്ത എള്ള്, ഇത് കറുത്ത എള്ള്, ഇത് കുറച്ച് ഡേറ്റ്സ്, ഇത്തിരി കാഷ്യൂസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത്രയും വളരെ കുറച്ച് മതി, എന്നാൽ വളരെ റിച്ചുമായി. പക്ഷെ ഇതിനകത്ത് നമ്മൾ നെയ്യ് അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ എല്ലാ ലഡുവിലും നെയ്യുടെ ഞാൻ കണ്ടിട്ടുണ്ടാവുന്ന ചേച്ചി, ഇതിൽ ഞാൻ നെയ്യ് എടുത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ ഒരു പൊടിക്ക് ഒരു പീനട്ട് ബട്ടർ കുറച്ച് ടേസ്റ്റ് മേക്കർ ആക്കാം, ഒന്നും കൂടി ഹെൽത്തി. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നമുക്ക് നോക്കാം. ട്രൈ ചെയ്യാം. അപ്പൊ ഞങ്ങള് തുടങ്ങിയാൽ ഐശ്വര്യ കത്തിച്ചോടാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ഏകദേശം ചൂടായി. അപ്പൊ ഞാൻ നിനക്ക് കുറച്ച് നല്ല സാധനങ്ങൾ തരാം. ബദാമൊക്കെ ഫേവറേറ്റ്, ബദാമും കാഷ്യൂസും. ബദാമും കാഷ്യൂസ് ആണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. വാൾനട്ട്സും. അത് കുറച്ച് നല്ലോണം ഫ്ലെയിം കുറച്ച് വെക്കട്ടെ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കും. മാക്സിമം കുറച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെച്ചു. അപ്പൊ ഇതിൽ ഞാൻ ഈ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ആയി വരണം. അത് ആ സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് നമ്മുടെ ഡേറ്റ്സിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി. വേണ്ട. ഇതും നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ പീനട്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ പേസ്റ്റ് കിട്ടുമല്ലോ അല്ലേ? ഇത് ഇത്തിരി മെൽറ്റായിട്ടും കിട്ടുമോ എപ്പോഴും? മനസ്സിലായില്ലേ? ഡേറ്റ്സ് ഒക്കെ ഈ പറയുന്ന പോലെ കുറച്ച് കട്ടികളാണ്. അപ്പൊ ഈ നമ്മളപ്പോ ഇതിന്റെ അകത്ത് ഒട്ടും നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. കാരണം നമ്മള് നോർമലി ഇതുപോലത്തെ ലഡു ഉണ്ടാക്കുമ്പോൾ നമുക്ക് നെയ്യ് ഒരു മസ്റ്റ് കാര്യമല്ലേ സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്നത് പീനട്ട് ബട്ടർ ആണ്. അതെ, ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. നമുക്ക് പിടിക്കാനുള്ളതുള്ളൂ. ഓക്കെ, ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ. പീനട്ട് ബട്ടർ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഇതിനൊന്ന് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഇതായല്ലോ, സോട്ടായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഡ്രൈ ഇതല്ലേ, അതെ പെട്ടെന്നാവും. അപ്പം നമ്മുടെ ബദാം, കാഷ്യൂ, അതുപോലെ വാൾനട്ടൊക്കെ ഒന്ന് സെമി ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇതാക്കിയിടുന്നു. നമ്മുടെ ഫിഗ്, അഞ്ചീർ, ഇത് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട് ഈ ലഡു. ഞാൻ നേരത്തെ ബയോട്ടിക് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. നവീൻ എല്ലാം മറ്റേ ബയോട്ടിക്കും മറ്റേ ഇതൊക്കെ നോക്കട്ടെ. അല്ല ചേച്ചി, അതല്ലേ അവന്റെ ജിമ്മ്, ഹെൽത്ത് തൊട്ടും ഇല്ലാത്ത ഞാനും. മനസ്സിലായില്ലേ? ഇത് ഹെൽത്ത് നോക്കിക്കോ ചേച്ചി. ചേച്ചി ഇപ്പൊ അല്ല, വേറെ കാര്യമുണ്ട്. ചേച്ചി ഹെൽത്ത് കോൺഷ്യസ് അല്ലാന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അടുത്ത് നമ്മൾ ഇടുന്നത് പിസ്ത ഇട്ടോ. പിസ്തയും ഒന്ന് സെമി ഫ്രൈ ആക്കി എടുത്തോ.
ഇനി നമുക്ക് ഇത് രണ്ടും ഒരേ ഒരു വലിപ്പമുള്ളതാണല്ലോ. ഇത് രണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് അത് രണ്ടും മറ്റേ സൺഫ്ലവർ സീഡും പംകിനും അല്ലേ? നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ സീഡും പംകിൻ സീഡും ആണ് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് റിച്ച്നെസ് കയറട്ടെ. അത് രണ്ടും കൂടെ ഞാനിത് ചൂട് ആറിയെങ്കിലും ഞാനിതൊന്ന് ചൂടാറട്ടെ. ആ ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും പച്ചപ്പ് മാറണമല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റോ ഇത് മാറരുതല്ലോ, മാറണമല്ലോ. ഇതിലെല്ലാം സീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പച്ച ടേസ്റ്റ് വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ ഇതൊന്ന് ഹോട്ടാക്കി കൊടുത്തു മാറ്റിടാം. ഫ്ലാക്സ് സീഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഫ്ലാക്സ് സീഡ്സിന്റെ ഒക്കെ ഗുണങ്ങൾ എന്തോരമാണെന്ന് പറഞ്ഞു കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോണ തരത്തിലുള്ള ഗുണങ്ങളാണ് ഫ്ലാക്സ് സീഡ്സിനുള്ളത്. വെറുതെ നമുക്ക് ഡെയിലി നമ്മുടെ ഇതിൽ കഴിക്കാനുള്ള സാധനമാണെന്ന് പറയും ഫ്ലാക്സ് സീഡ്സ് അല്ലേ? നമ്മുടെ വെയിറ്റ് ലോസിന് ഒക്കെ ഫ്ലാക്സ് സീഡ്. യെസ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇത് ചെയ്യും. ഉണ്ടോ? പെട്ടെന്ന് തന്നെ സംഭവം ഫ്രൈ ആയി തുടങ്ങി. മതി ഇതാവും. അത് ഓക്കെ. ഇനി നമുക്ക് ചിയ വളരെ കുറച്ച് മതി കേട്ടോ. ചിയയുടെ അല്ലെങ്കിൽ ചിയ സീഡാണ് അടുത്ത യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടായി കഴിഞ്ഞാൽ അത് മാറ്റിക്കോ. മതി മാറ്റിക്കോ. ഇട്ടോ നമുക്കെല്ലാം കൂടി പൊടിക്കാനുള്ളതാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് എള്ളിന് സീസം ഇത് മൊത്തം നമുക്ക് ഇതിനും വേണം കുറച്ച് എന്താണ് ഡെക്കറേഷനും വേണം. കേട്ടോ. ഇനി എടുത്ത് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ വെള്ള എള്ള് കേട്ടോ. വെള്ള എള്ള് നമ്മൾ കറുത്ത എള്ളും യൂസ് ചെയ്തിട്ടുണ്ട്, വെള്ള എള്ളും യൂസ് ചെയ്തിട്ടുണ്ട്. മതി, എടുത്ത് വെച്ചോ. അപ്പോൾ നമ്മൾ ഇത് ഈ ഡേറ്റ്സും പീനട്ട് ബട്ടറും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അതിനൊന്ന് ക്രക്കർ അടിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് തന്നെ പിടിച്ചെടുക്കണ്ടേ നമുക്ക്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് അടിച്ചാൽ അത് ഇങ്ങനെ പേസ്റ്റ് പോലെ പോകും. ഓക്കെ അല്ലേ? അതാ നമുക്കൊരു പിടിക്കാനുള്ള പരിപാടി. കണ്ടോ ഇങ്ങനെ കണ്ടോ ഓക്കെ. അടിപൊളി അടിപൊളി. ഇനി നമ്മൾ ഒരു സെമി ഫ്രൈ ആക്കിയിരിക്കുന്ന നമ്മുടെ ഈ സീഡ്സ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് മിക്സിയിൽ. അടിപൊളി. ചേച്ചി നമുക്ക് അത് ഇടാനായിട്ട് അല്ല, ഇത് മിക്സ് ആണ്. പിന്നെ നമുക്കിൻ്റെ അകത്ത് ഇത് ചെയ്യേണ്ടതാണല്ലോ, പിടിക്കേണ്ടതാണല്ലോ. ഒരുമിച്ചല്ലേ ലഡു. ഓക്കെ. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പകുതി സാധനങ്ങൾ തിന്നേനായിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കുറേയൊക്കെ എടുത്ത് നമ്മൾ തിന്നും വീട്ടിൽ. ഒരു രക്ഷയില്ല. ചേച്ചി ഇത്ര മതിയെന്നോളേ? പിന്നെ എല്ലാം ആയി. ഇനിയിപ്പോ നമുക്ക് കഴിഞ്ഞു ഓൾമോസ്റ്റ്. നമ്മളിനി ഇത് പിടിച്ചാൽ മതി. അപ്പം ഞാനപ്പോൾ ഇതിനെ കൈയൊക്കെ നല്ല ക്ലീൻ ചെയ്താണ്. ഇതല്ലേ നമുക്ക് ലഡു പിടിക്കാൻ കൈ പിടിക്കാതെ പറ്റില്ല. കൈയെല്ലാം നമ്മൾ നല്ല ക്ലീൻ ആക്കാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ വരാൻ ഭാവിയില്ല, പക്ഷേ കൈ കൊണ്ട് ചെയ്തെടുക്കുന്നത് തന്നെ രസം. അതെ, ഇപ്പം നമുക്ക് കൈ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ലഡു പിടിക്കാനുള്ള പരുവത്തിൽ ശരിക്കും നമ്മൾ മിക്സ് ചെയ്യണോട്ടോ. ശരിക്കും കൈ കൊണ്ട് നല്ല ശരിക്കും ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്താൽ അതെ അതെ നമുക്ക് പിടിക്കാനുള്ള ആ ഒരു ഫോമിലാവും. മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പിടിക്കാൻ. ഇതിനൊന്ന് എല്ലാത്തിനൊന്ന്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെന്താ ചേച്ചി? നമ്മൾ കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ മധുരം ഒന്ന് കറക്റ്റ് ആവാനാണ്.
ലഡു എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് പിന്നല്ലാണ്ട്. അല്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഷുഗർ ഫ്രീ ലഡു ഒക്കെ ഇറങ്ങുന്നുണ്ട്. എത്രത്തോളം എന്താണെന്നല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിലിപ്പോ ഷുഗർ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള തന്നെയാണ്. അതെ, ഹണി ഹണിയും അതെ 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 അതെ, ഹണി വന്നിട്ടും അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ അവർ കണ്ടതാണല്ലോ. സാധാരണ ലഡൂസിൽ നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ ഹണി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നാച്ചുറൽ ഷുഗറാണ് ഹണി. ചേച്ചി ഇതെന്താ ചേച്ചി? ഇത് നമ്മൾ വൈറ്റ് എള്ളേ നമുക്ക് ആ എന്താണ് ലഡു ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമ്പോഴേ ഒരു എന്താ പറയാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ ബ്ലാക്കും കൂടി ബ്ലാക്ക് നിൽക്ക് മുഴുവൻ ഇടരുത് കേട്ടോ. അല്ല അവിടെ അല്ല, അതിന്റെ പുറത്തില്ലേ, എന്റെ പുറത്തില്ലേ, പുറത്ത് ഇങ്ങനെ ഒരു ലെയർ പോലെ അങ്ങനെ ഇട്ട നീന്ന് അതിന്റെ പുറകില് അവിടെ ഒരു അങ്ങനെ അതുപോലെ ഇപ്പുറത്തേക്ക് വരണ്ട. ശരി ശരി. അതിന്റെ പുറത്ത് മാത്രം. യെസ്. എന്നിട്ട് നമ്മളിതേ അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു അല്ലടാ, ഞാൻ പറയായിരുന്നേ വീട്ടിലൊക്കെ ഇടാ നമ്മൾ ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ടേ ഭരണിയിലാക്കി വെച്ചാലേ അതുകൊണ്ടാ പറയുന്നത്, ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട്, കുട്ടികൾക്കാണെങ്കിലും ഒക്കെ എന്തൊരു ഹെൽത്തിയാണ്. ഈ ഒരു ഉരുള അങ്ങോട്ട് വൈകുന്നേരം സ്കൂളൊക്കെ എല്ലാം ചെല്ലുകയാണ് അങ്ങോട്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇല്ലാത്തത് എന്താ ഉള്ളത്? എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അതെ, ബദാം, എള്ള്, എല്ലാ സാധനങ്ങളും സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ആഡഡ് കളേഴ്സോ ഷുഗറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ നെയ്യ് ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് ചോദിക്കാൻ സാധാരണ ഞാൻ കണ്ടത് അപ്പൊ പക്ഷെ ഞാൻ വിചാരിച്ചെന്നറിയാമോ, ഇതിന് നെയ്യിട്ട് ഇതാക്കണ്ട, നമുക്ക് ഇത്തിരി പീനട്ട് ബട്ടർ ഇട്ട് നമുക്ക് പിടിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ നെയ്യിന്നൊന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് ലഡു എങ്ങനെ ഉണ്ടാന്ന് നോക്കാം. പീനട്ട് ബട്ടർ ഒന്നും കൂടി നല്ലതാണ്. പീനട്ട് ബട്ടറും ഉണ്ട്, പിന്നെ നമുക്ക് ഇതും ആഡ് ചെയ്തല്ലോ, നമ്മുടെ ഹണി ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഞങ്ങളെല്ലാം എളുപ്പ പണികൾ ചെയ്യുള്ളൂ. അങ്ങ് കുറേ സംഭവങ്ങളും ചെയ്യാൻ എനിക്ക് സമയമില്ല അല്ലേ. ടേസ്റ്റ് ആയിട്ടുള്ള സാധനം അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക. പക്ഷെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം പരീക്ഷിക്കുന്നതാണ്. സത്യം. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് എത്ര ലേറ്റ് ആയിന്ന്. മറ്റേ ലാലേട്ടൻ പറയണവര് ദാസ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഇത് ഇത്രയും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാൻ ഇത്രയും ഈ ഒരു സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ വരേണ്ടി വന്നു അല്ലേ. അപ്പൊ നമ്മൾ ലഡു നമ്മൾ ആക്കി വെച്ചു. ഇനി ഇതിനില്ലേ ലൈറ്റ് ആയിട്ട് ഞാനില്ലേ ഒന്ന് ഇതിന്റെ പുറത്തേ ഒന്ന് എള്ള്, ജസ്റ്റ് വൈറ്റ് എള്ള് മാത്രമേ ഒന്ന് മുക്കി ഇങ്ങനെ വെക്കാണേ. ഓക്കെ. ഒരു ഭംഗിയാണ് ചേച്ചി. ഞാൻ ആലോചിക്കണത് ഈ ഡേറ്റ്സിന്റെ ഉള്ളില് ബദാം വെച്ചിട്ട് നീ വെച്ചു. എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോ. പിന്നെന്താ, അതിന് എന്തൊക്കെ ഭംഗി വെക്കാൻ പറ്റും അതൊക്കെ നീ ചെയ്തു. അങ്ങനെ ചേച്ചി നമ്മൾ പറഞ്ഞ നിശ്ചിത സമയത്തിനുള്ളിൽ അതിനുള്ളിൽ എത്രയോ നേരത്തെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഞങ്ങളുടെ ബയോട്ടിക് ലഡു. നീ അതിന്റെ പേര് മാറ്റരുതാ. സോറി, ബയോട്ടിക് ലഡു ഞാൻ പറഞ്ഞു. ഡ്രൈ ഫ്രൂട്ട് ലഡു. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാം. ഇതാണ് ഞങ്ങളുടെ കിടുക്കാച്ചി ലഡു. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amruthaveni KSFE and നമ്മുടെ രാമചന്ദ്രൻ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ. വെള്ളാമ്പൽ പൂവ് തരാ.
പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം, കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം സമ്മാനമായി സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം, കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം സമ്മാനമായി സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. Presents Fira Food Celebrity Kitchen Magic Season 3 powered by Amruthavedi KSFE and നമ്മുടെ സ്വന്തം Crockery partner Minolta, Asian healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.